ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കൊല്ലം ഇരുവപുരം കുന്നത്ത് അമ്പലത്തിൻ്റെ ബാക്കിലുണ്ടായ തീപിടുത്തമാണ് ഇത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോസിലൊക്കെ കാണിച്ചിരുന്ന അമ്പലം ഇതാണ് കേട്ടോ. ഈ ബാക്കിൽ കൂടെയാണ് നമ്മൾ ഈ അമ്പലത്തിലോട്ട് പോകുന്നത്. ഈ ബാക്കി ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായതും. അവിടുത്തെ രാവിലെ എന്തോ വേസ്റ്റ് കത്തിച്ച് അതിൻ്റെ തീ അണഞ്ഞതിന് ശേഷമാണ് ആ കത്തിച്ചവർ പോയതെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഭയങ്കരമായ കാറ്റായതുകൊണ്ട് കാറ്റടിച്ച് ഈ ആളി കത്തിയതാണ് തീ. ഈ സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു. ഞാൻ പള്ളിമുക്ക് വരെ പോയേക്കുമായിരുന്നു. പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് അറിയുന്നത് ഇവിടെ തീപിടുത്തം ഉണ്ടായെന്നും ഫയർഫോഴ്സ് ഇങ്ങോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ ഞാൻ വേഗം തന്നെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് വന്ന് തീയെല്ലാം അണച്ചിട്ടുണ്ടായിരുന്നു. പുക മാത്രമേ ഞാൻ വന്നപ്പോൾ കണ്ടുള്ളൂ. പിന്നെ വീട്ടിൽ അമ്മയും പിള്ളേരും തന്നെ ഉള്ളതുകൊണ്ട് എന്തുവാന്ന് അവർ അറിഞ്ഞോ എന്നറിയാൻ വേണ്ടി ഞാൻ വേഗം അങ്ങ് വീട്ടിലോട്ട് പോയി. അധിക സമയമൊന്നും ഇവിടെ നിന്നില്ല. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മയും ശ്രീമോനും കാശിയും എല്ലാം ഇറങ്ങി റോഡിൽ നിൽക്കുമായിരുന്നു. എന്തുവാ ഭയങ്കര പുക കാണുന്നു, ഏതെങ്കിലും വീട്ടിലെന്തെങ്കിലും പറ്റിയതാണോ എന്നായിരുന്നു അവർക്ക് അറിയാത്തത്. അങ്ങനെ പിന്നെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ കയറി. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ളവരെല്ലാവരും ഇവിടെ കിടന്ന് ഞങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞു. ഞാനില്ലാത്തത് കൊണ്ട് തന്നെ അമ്മ കതകും അടച്ചിരിക്കുമായിരുന്നു. അമ്മ കേട്ടതുമില്ല. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഭയങ്കര ജാഗ്രതയിലിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം കഴിവതും ആൾക്കാർ ഉണക്ക് സമയമല്ലേ, തീ കത്തിക്കുമ്പോൾ അത് തീ കത്തി അണഞ്ഞതിന് ശേഷം ഇച്ചിരി വെള്ളം തളിച്ചിട്ടേ പോകാവൂ കേട്ടോ. അറിയാൻ പറ്റത്തില്ല ഏത് സമയത്ത് ഒരു അപകടം ഉണ്ടാകുന്നതെന്നുള്ള കാര്യം. അപ്പം നല്ല രീതിയിൽ തീ കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെയുള്ള ജീവജാലങ്ങളൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാമ്പ് ചത്തുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് കാണുന്നത് ഇത് മാത്രമാണ്. പുക വരുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. വീഡിയോസിൽ എന്തുമാത്രം കാണാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. മതിലിൻ്റെ ബാക്കിലാണ് കേട്ടോ തീ കത്തുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഫയർഫോഴ്സുകാർ വന്ന് മണ്ടയിൽ കൂടെ വെള്ളം ഒഴിക്കുകയോ ചെയ്ത് ഈ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തെന്തോ പൈപ്പിൽ കൂടെ ഒഴിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ സംഭവം നടന്നത് ഫെബ്രുവരി 20 വെള്ളിയാഴ്ച ദിവസമാണ്. വീഡിയോ ഇടാൻ ഇത്രയും താമസിച്ചു. അപ്പം കഴിവതും എല്ലാവരും ഈ ഉണക്ക സമയത്ത് തീ കത്തിക്കുമ്പോൾ സൂക്ഷിക്കുക.